ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്പനയിലിൽ കണ്ടതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം ഞാനിന്ന് പാർലറിൽ പോയിട്ട് മുടി വെട്ടാണ് കേട്ടോ. ഒരുപാട് വർഷമായിട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ആരെങ്കിലും ഒക്കെ കൊണ്ടായിരുന്നു ഞാൻ മുടി വെട്ടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു സലൂണിൽ പോയിട്ട് മുടി വെട്ടാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. മുടി വെട്ടൽ മാത്രമല്ല ലക്ഷ്യം, മാക്സിലും കൂടിയിട്ടൊന്ന് കയറേണ്ടതായിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ പാർലറിലെത്തി. നമ്മുടെ അവനവഞ്ചേരിക്ക് അടുത്തായിട്ടുള്ള ഒരു പാർലറിലാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ മാക്സ് നോക്കി പോയി വഴി തെറ്റിയതാണ് ഇവിടെ എത്തിപ്പോയത്. അപ്പോൾ അങ്ങനെ നല്ലൊരു പാർലറുണ്ട്. അപ്പോൾ അങ്ങനെ കയറിയതാണ് കേട്ടോ. നല്ല സർവീസായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ അവർ ചെയ്തു എന്ന് തന്നെ പറയാം കേട്ടോ. ഞാൻ ഒരു ഫെദർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ ഫെദർ കട്ട് ചെയ്താൽ ഇനിയും കുറച്ചുകൂടെ ലെങ്ത്ത് കുറയുമെന്ന് അവർ പറഞ്ഞത് കാരണം ഞാൻ കുറച്ചൊന്ന് മുടി ഷോർട്ടാക്കിയാണ് ചെയ്തത് കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് ഫ്രണ്ടിൽ ഒരു ഫെദർ കട്ടൊക്കെ ചെയ്ത് അങ്ങനെ ഒന്ന് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം കേട്ടോ. എൻ്റെ മുടി വെട്ടിയിട്ട് എങ്ങനെയുണ്ട്, കൊള്ളാമോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് പറയാം. അപ്പോൾ ഇത് പാർലറിൻ്റെ അകത്ത് ഞാൻ ചെന്നപ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇത് പാർലറിൻ്റെ അകത്ത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാർലറായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പുറമേ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് തന്നെ കയറാമെന്ന് വെച്ചത് കേട്ടോ. നല്ല രീതിയിൽ സർവീസ് ചെയ്യുമെന്നുള്ള രീതിയിൽ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പാർലറൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല നല്ല പ്രോഡക്റ്റ്സൊക്കെ അവിടെ ഇതുപോലെ തന്നെ ഷോ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കുട്ടി വന്നു, എനിക്ക് ഹെയർ വാഷ് തുടങ്ങി. വാഷ് ചെയ്തിട്ടാണ് കേട്ടോ വെട്ടുക. സാധാരണ പോയി മുടി വെട്ടുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. നമ്മൾ വാഷ് ചെയ്തിട്ട് അവർ വാഷ് ചെയ്യണോ വേണ്ടയോ എന്ന് അവർ ചോദിക്കും. അതെവിടെയായാലും ചോദിക്കും കേട്ടോ, വാഷ് ചെയ്യണോ വേണ്ടയോ എന്ന്. വാഷ് ചെയ്തിട്ട് വെട്ടണമെങ്കിൽ അങ്ങനെ, വാഷ് ചെയ്യാതെ വെട്ടണമെങ്കിലും കുഴപ്പമില്ല, വെറ്റാക്കിയിട്ട് അവർ വെട്ടാന്നേ ഉള്ളൂ. അപ്പോൾ മുടിയൊക്കെ തലയൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു പെൺകുട്ടിയാണ് എനിക്ക് ആദ്യമേ വാഷ് ചെയ്ത് തന്നത്. അപ്പോൾ വെട്ടുന്നത് വേറെ ആളാണ് കേട്ടോ. വാഷ് ചെയ്തത് ഒരാൾ, വെട്ടുന്ന വേറെ ഒരാളുമായിരുന്നു. അങ്ങനെ വാഷ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തല തുടച്ചു തന്നു കേട്ടോ. പക്ഷേങ്കിൽ ഞാനിപ്പോൾ മുടി വെട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ തൈറോയിഡ് നല്ല രീതിയിൽ കൊണ്ടങ്ങ് കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും കുറച്ചൊന്ന് എന്താ പറയുക, ഹെയർ കെയറിൽ ഞാൻ കുറച്ച് പുറകോട്ടും കൂടെ വന്നപ്പോഴത്തേക്കും നല്ല രീതിയിൽ ഹെയർ ലോസ് ആയിട്ട് മുടി എൻ്റെ പകുതിയിൽ നിന്ന് താഴോട്ട് നല്ല രീതിയിൽ അങ്ങ് തിന്നായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ചൊന്ന് മുടി വെട്ടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ മുകളിൽ നിന്നൊക്കെ എനിക്ക് നല്ല രീതിയിൽ തിക്നെസ് ഉണ്ട്, നമുക്ക് വളരുന്നുണ്ട്. പക്ഷേങ്കിൽ പകുതിയിൽ നിന്ന് താഴോട്ട് വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തിന്നാവുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തത്. അപ്പോൾ മുടി വെട്ടാൻ വേണ്ടിയിട്ട് വേറൊരാളാണ് കേട്ടോ വന്നത്, ഒരു ഹിന്ദിക്കാരൻ പയ്യനാന്ന് തോന്നുന്നു. അപ്പോൾ ആളാണ് വന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഇത്രയും തിന്നായിട്ടുള്ള മുടിയല്ലേ, കുറച്ച് തിന്നായിട്ടുള്ള മുടിയായിപ്പോയി, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഫെദർ കട്ട് ചെയ്യാം. പക്ഷേങ്കിൽ നമുക്ക് ഫെദർ കട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ഷോർട്ടാവുമെന്ന് പറഞ്ഞു. ഒരു പകുതിയോളം മുടി പോവും. എനിക്ക് പകുതിയും പോകാനുള്ള താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഒരു 3/4 ഭാഗത്ത് വെച്ച് ഞാൻ നിർത്തി കേട്ടോ. 3/4 ഭാഗം അത്രയും കാണിച്ചു കൊടുത്തു. അപ്പോൾ അത്രയും വെച്ചിട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. തിൻ ഹെയർ ആയതുകൊണ്ട്. ലോങ് ഹെയർ ആയിരുന്നെങ്കിൽ, അല്ല കുറച്ച് തിക്കായിട്ടുള്ള ഹെയർ ആയിരുന്നെങ്കിൽ അവർ ചെയ്തു തന്നേനായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹെയർ കട്ടൊക്കെ ചെയ്ത് ഇപ്പോൾ ബ്ലോ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡ്രൈ ചെയ്തിട്ട് അവരൊന്ന് ചെറിയ രീതിയിൽ, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തതായതുകൊണ്ട് ഓവറായിട്ട് നമുക്ക് എന്താ പറയുക, ഈ ഡ്രൈ ചെയ്ത് ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്യാന്നല്ലാതെ ഭയങ്കരമായിട്ട് അങ്ങ് സെറ്റ് ചെയ്യാനൊന്നും ഇല്ല കേട്ടോ. ആ ഫ്രണ്ട് പോർഷൻ മാത്രമേ നമുക്ക് കുറച്ചൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ സെറ്റ് ചെയ്യുന്നതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ വന്ന് കുളിച്ച് കഴിയുമ്പോഴത്തേക്കും അതൊക്കെ അങ്ങ് പോകും കേട്ടോ. എന്നാലും അത് സെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ആ മുടി വെട്ടിയതിൻ്റെ ഒരു ഭംഗിയൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ അവർ സെറ്റ് ചെയ്ത് തരുന്നത്. അങ്ങനെ എൻ്റെ മുടിയും നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് തന്നു. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുക കേട്ടോ. ഇഷ്ടമായോ ഇല്ലയോ, കുറച്ച് എന്താ പറയുക, കുറച്ച് ഷോർട്ടായി പോയോ, അല്ലെങ്കിൽ കറക്റ്റാണോ, എങ്ങനെയൊക്കെ ഉണ്ടെന്ന്, എനിക്ക് ചെയ്തിട്ട് ഭംഗിയുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം കേട്ടോ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പാർലറിൽ പോയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്, മുടി വെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോൾ എൻ്റെ ഷോപ്പ് എല്ലാം കഴിഞ്ഞു.
ഇനി നമ്മൾ അടുത്തത് വീട്ടിലേക്ക്. രണ്ടുപേരും എന്നെ വെയിറ്റ് ചെയ്ത് അവിടെ റോഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ആദ്യമേ തന്നെ കണ്ടു കാണും. അപ്പോൾ അവരുടെ അടുത്തേക്ക് ഞാൻ പോവുകയാണ് കേട്ടോ. രണ്ടുപേരും അവിടെ നമ്മളുടെ വണ്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോവുകയാണ്. ടാറ്റാ ബൈ.